ജഡ്ജിക്കെതിരെ ഗുരുതര ആരോപണവുമായി സീനിയർ ക്ലർക്ക്. തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജി എസ് രമേഷ് കുമാറിനെതിരെയാണ് ആരോപണം. കാട്ടാക്കട കോടതിയിലെ തീപിടുത്തത്തിൽ തന്നെ കുടുക്കാൻ നോക്കിയെന്നും വെളിപ്പെടുത്തലുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ വീഡിയോ പങ്കുവച്ചായിരുന്നു സീനിയർ ക്ലർക്കിന്റെ വെളിപ്പെടുത്തൽ. ഒരു ദുരനുഭവം പറയാനായിട്ടാണ് എനിക്കിത് ലൈവിൽ വരേണ്ടി വന്നത്. മുന്നേ അനുഭവമൊന്നുമില്ല ലൈവിൽ വന്നിട്ട്. ആദ്യമായിട്ടാണ് ഒരു ലൈവ് തന്നെ ചെയ്യേണ്ടി വരുന്നത്. കാരണം എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം വരെ എനിക്കറിയാൻ വയ്യ. ആകെപ്പാട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി മാത്രമേ പറ്റത്തുള്ളൂ. ആ ഒരു ഗതികേട് കൊണ്ടിട്ടാണ് ഞാനിതിൽ വരേണ്ടി വന്നത്. ഞാൻ കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലൊരു സീനിയർ ക്ലർക്കാണ്. അവിടെ നിന്നുണ്ടായൊരു ദുരനുഭവമാണ് എനിക്ക് പറയേണ്ടി വന്നത്. അവിടുത്തെ ജില്ലാ ജഡ്ജി എസ് രമേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു പീഡന കഥയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പീഡനം സ്ത്രീകളെടുത്തല്ല, പുരുഷന്മാരെടുത്താണ് പുള്ളിക്ക് താല്പര്യവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം എന്ത് വേണോ ചെയ്യും. ഇതുപോലെ തന്നെ എതിർത്തൊരാളുണ്ടായിരുന്നു ജയചന്ദ്രൻ ഇവിടുത്തെ ഓയാണ് സർവീസ് റിട്ടയർഡായിട്ട് തിരിച്ച് സർവീസിൽ റീജോയിൻ ചെയ്ത ഓയ. അദ്ദേഹത്തിനൊരു ദുരനുഭവം ഉണ്ടായി, അദ്ദേഹം എതിർത്തു. വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു. ടിൻഡുദാസ്, എന്താണ് ഈ സീനിയർ ക്ലർക്കിന്റെ വെളിപ്പെടുത്തൽ? കൃഷ്ണരാജ്, ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ തീപിടുത്തം. ആ വാർത്ത വലിയ രീതിയിൽ പുറത്തു വന്നതാണ്. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ജില്ലാ ജഡ്ജിക്കെതിരെയാണ് ഗുരുതര ആരോപണവുമായിട്ട് സീനിയർ ക്ലർക്ക് രംഗത്ത് വന്നിട്ടുള്ളത്. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജ് എസ് രമേഷ് കുമാറിനെതിരെയാണ് ആരോപണം. ഈ കാട്ടാക്കട കോടതിയിലെ തീപിടുത്തത്തിന് ജഡ്ജിന് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. തന്നെ നിരന്തരമായിട്ട് ഈ ജഡ്ജ് പീഡിപ്പിച്ചിരുന്നു. ജഡ്ജിന് സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് താല്പര്യം. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജഡ്ജിൻ്റെ താല്പര്യങ്ങൾക്ക് വിപരീതം നിൽക്കുന്ന ആളുകളെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി പുറത്താക്കുന്നത് പതിവായിരുന്നു. ഇതിന് സമാനമായിട്ട് തന്നെ മുമ്പ് ഒരു ഉദ്യോഗസ്ഥനെതിരെ തനിക്കെതിരെ വിജിലൻസ് കേസ് കൊടുപ്പിച്ചിരുന്നു. വിജിലൻസ് കേസ് കൊടുപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ജഡ്ജിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായി. ഇപ്പോൾ ഈ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരന്തരമായിട്ടുള്ള ജഡ്ജിൻ്റെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മരണത്തിന് അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജില്ലാ ജഡ്ജായിട്ടുള്ള എസ് രമേഷ് കുമാർ ആയിരിക്കുമെന്ന് ഉള്ളൊരു വീഡിയോ സന്ദേശം അത്തരത്തിലൊരു ഫേസ്ബുക്ക് ലൈവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ സീനിയർ ക്ലർക്കിനെ കാണാനില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇയാളുടെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കാട്ടാക്കട ഭാഗത്ത് രാവിലെയോട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു നദിക്കരയുടെ ഒരു ആറ്റിൻ്റെ തീരത്തിരുന്നു കൊണ്ടാണ് ഈ ലൈവ് ചെയ്യുന്നത്. അവസാനം അദ്ദേഹം ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ലൈവിൽ കരയുന്നുണ്ട്. തനിക്ക് എന്ത് സംഭവിച്ചാലും ജില്ലാ ജഡ്ജിയാണ് അതിന് കാരണമെന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിട്ട് ഈ കോടതിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ജില്ലാ ജഡ്ജിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ സീനിയർ ക്ലർക്ക് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ കോടതി, അതായത് കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതി കത്തി നശിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചില കേസുകളുടെ ഒക്കെ ഉള്ള ഫയലുകൾ സൂക്ഷിച്ചിരുന്നു. ഇതൊക്കെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ തീപിടുത്തം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നുൾപ്പെടെ ഈ ലൈവിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ സീനിയർ ക്ലർക്കിനെ കാണാനില്ല. ഇദ്ദേഹം മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. പിന്നീടാണ് കാട്ടാക്കട കോടതിയിലേക്ക് ഗുരുതര ആരോപണവുമായി സീനിയർ ക്ലർക്ക് തന്നെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. കാട്ടാക്കട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജി എസ് രമേഷ് കുമാറിനെതിരെയാണ് സീനിയർ ക്ലർക്കിന്റെ ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്.